അപ്പോൾ നമുക്കിന്നൊരു ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പി നോക്കാം. വെൽക്കം ബാക്ക്. വൈകുന്നേരമൊക്കെ ആയി ഇങ്ങനെ നല്ല രസമുള്ള സൺസെറ്റും ചന്ദ്രേട്ടനും ഒക്കെ കണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. കുറേ നാളായി. ഞങ്ങൾ പിന്നെ വീണ്ടും മാറിയിട്ടോ. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഉറഞ്ഞു പോയ എണ്ണേനെ എങ്ങനെയെങ്കിലും പാത്രത്തിലേക്ക് വീഴിക്കുകയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ സവാള നമുക്ക് ഇഷ്ടമുള്ളവർ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും കുറച്ചും പഞ്ചസാര ഇട്ട് അത് കാരമലൈസ്ഡ് ആവാൻ നല്ലതാണ്. പിന്നെ ഗരം മസാല ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തു. പിന്നെ ഇതിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കറിവേപ്പില ഞാൻ നുള്ളി പറക്കിയിട്ടതാണ്. മസാലകളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പൊരിച്ചിട്ടാണ് ചിക്കൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേവിച്ചിട്ട് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം, അല്ലെങ്കിൽ ബീഫ് ഷ്രെഡ് ചെയ്തതായാലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ മീറ്റും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് അതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഇതൊരു മുട്ടയിൽ ഉപ്പും കുരുമുളകും കുറച്ച് ഗരം മസാലയും ചേർത്ത് അടിച്ചെടുത്തതാണ്. അതിലേക്ക് ഞാൻ മൈദ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയും ചേർത്ത് അടിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് വാട്ടർ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആണ് നല്ലത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മറ്റ് പാനായാലും യൂസ് ചെയ്യാം. അതിലൊന്ന് എണ്ണ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ അപ്പങ്ങൾ ഇതുപോലെ ചുട്ടെടുക്കാം. ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ പത്തിരികൾ. ഇതുപോലെ നമ്മൾ എടുത്താൽ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് അവസാനം വീണ്ടും എണ്ണ തിരുമ്മി എല്ലാ പത്തിരിയും ചുട്ട് കഴിയുമ്പോൾ ഓരോരോ പത്തിരി ഇങ്ങനെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് അതിനിടയിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ ഇല്ലേ, അതിലേക്ക് കുറച്ചുകൂടി മൈദ ചേർത്ത് അതിനെ കുറച്ചുകൂടി കട്ടിയാക്കിയിട്ട് ആ ബാറ്റർ നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കും പോലെ ഇതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് വെന്തൂന്ന് തോന്നുമ്പോൾ മറിച്ചിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് എന്തെങ്കിലും ഇട്ടിട്ട് വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഇട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. എനിക്ക് ഒട്ടും അങ്ങനെ അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായില്ല. ഒരു ഇച്ചിരി അരികിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തട്ടിലോ എന്തെങ്കിലും വെച്ചിട്ടാലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ലെയേഴ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. ആ അപ്പങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കണതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും പോള ഉണ്ടാക്കിയ രസമില്ലല്ലോ. ഇതൊക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി ഇല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.